നാരായണീയം ദശകം 11. ഹിരണ്യകശിപുവിന്റെയും ഹിരണ്യാക്ഷന്റെയും ജനനം. ശ്ലോകം 1. ക്രമേണ സർഗേ പരിവർദ്ധമാനേ കദാപി ദിവ്യാസനകാദയസ്തേ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രപേതിരേ മാരുതമന്ദിരേശ. ഒന്നിൻ്റെ അർത്ഥമാണ് പറയുന്നത്. മനുവിലൂടെയും ശതരൂപയിലൂടെയും സൃഷ്ടികർമ്മം തുടർന്ന് മുന്നോട്ടു പോയപ്പോൾ ഒരിക്കൽ ബ്രഹ്മാവിൻ്റെ 4 മാനസപുത്രന്മാരായ സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ എന്നിവർ ഭഗവത് ദർശനത്തിനായിക്കൊണ്ട് വൈകുണ്ഠ ലോകത്തിൽ എത്തിച്ചേർന്നു. ശ്ലോകം 2. മനോജ്ഞനൈ ശ്രേയസകാനനാദ്യൈ അനേകവാപീ മണിമന്ദിരൈഃ അനോപമം തം ഭവതോ നികേതം മുനീശ്വര പ്രാപുരതീതകക്ഷ്യ. അർത്ഥം ഒന്ന് നോക്കാം. സനകാദികൾ അങ്ങനെ വൈകുണ്ഠത്തിലെത്തി മനോഹരമായ നൈശ്രേയസം എന്ന ഉപവനം തുടങ്ങിയവയെ കൊണ്ടും അനേകം തടാകങ്ങൾ, മണിമാളികകൾ ഇവയെക്കൊണ്ടും അനുപമമായിരിക്കുന്ന അങ്ങയുടെ ആസ്ഥാനത്തിനടുത്ത് 6 മതിൽക്കെട്ടുകൾ കടന്ന് സനകാദി മുനിമാർ എത്തി. ശ്ലോകം 3. ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ദ്വാസ്തോ ജയസ്ഥാൻ വിജയോപ്യരുന്ധാം തേഷാം ച ചിത്തേ പദമാപകോപഃ സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. അർത്ഥമൊന്ന് നോക്കാം. വൈകുണ്ഠത്തിൽ ഭഗവാൻ ഇരിക്കുന്നതിന് വെളിയിലുള്ള കക്ഷിയിൽ ഭഗവാനെ കാണാനായി അകത്തേക്ക് പ്രവേശിക്കാൻ ചെന്നെത്തിയ സനകാദികൾ എന്ന ദിവ്യന്മാരായ മഹർഷിമാരെ വിഷ്ണുവിൻ്റെ പാർഷദന്മാരായ ജയവിജയന്മാർ അകത്തു പ്രവേശിക്കാതെ തടഞ്ഞു നിർത്തി. ശ്ലോകം 4. വൈകുണ്ഠലോകാനുചിത പ്രചേഷ്ടോ കഷ്ടോ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തോ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിന്നോസ്തിതി നേമതുസ്താൻ. അർത്ഥം നോക്കാം. വൈകുണ്ഠ ലോകത്തിനു ചേരാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവരും ക്രൂരരുമായ നിങ്ങൾ 2 പേരും അസുരയോനിയെ പിറുക്കട്ടെ എന്നിങ്ങനെ മുനിമാരാൽ ശപിക്കപ്പെട്ടവരും അങ്ങയെ ആശ്രയിക്കുന്നവരുമായ ജയവിജയന്മാർ തങ്ങൾക്കു ഭഗവത് സ്മരണ നഷ്ടപ്പെടുത്തരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് മുനിമാരെ നമസ്കരിച്ചു. ശ്ലോകം 5. തദേതദാജ്ഞായ ഭവാനവാപ്തഃ സഹൈവ ലക്ഷ്മ്യാ ബഹുരംബുജാക്ഷ ഖഗേശ്വരാം സാർപ്പിതചാരുബാഹു ആനന്ദയം സ്ഥാനവിരാമമൂർത്യ. അർത്ഥമാണ് പറയുന്നത്. ഭഗവാനെ, നിന്തിരുവടി നടന്നതെല്ലാം അറിഞ്ഞിട്ട് ലക്ഷ്മി ദേവിയോടൊപ്പം തന്നെ ഗരുഡൻ്റെ ചുമലിൽ മനോഹരമായ തൃക്കൈ അർപ്പിച്ചുകൊണ്ട് സർവാകർഷകമായ ദേഹകാന്തിയാൽ മുനിമാരെ ആനന്ദിപ്പിച്ചുകൊണ്ട് ഭവനത്തിനു പുറത്തു വന്നു.